എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഈ വീഡിയോയിൽ കാണുന്ന ഭൂരിഭാഗം സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്, തുടക്കക്കാർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന യോഗക്രമം ഉണ്ടോ എന്ന്. അങ്ങനെ ഒരു യോഗക്രമമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിലും നമ്മളുടെ ശരീരത്തിന് വഴങ്ങുന്ന, അതായത് കംഫർട്ടബിളായ ഏതെല്ലാം യോഗകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം എല്ലാവർക്കും ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ശ്വാസക്രമം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ 1:2 എന്ന് പറയുന്നത് ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിൻ്റെ ഇരട്ടി പുറത്തേക്ക് വിടുക. എത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന യോഗയാണ് ഏകപാദ യോഗ. ഇത് ഈ തുടക്കക്കാർക്ക് ചെയ്യാൻ സാധിക്കാവുന്ന യോഗയാണ്. ഇത് നമ്മൾ സ്ഥിരമായി അനുഷ്ഠിക്കുമ്പോൾ നമ്മളുടെ നട്ടെല്ല്, തുടകൾ, കാൽമുട്ട്, കാൽപാദം എന്നിവയ്ക്ക് നല്ല ബലവും ശക്തിയും ലഭിക്കുന്നു. കൂടാതെ വായുവിൻ്റെ അസുഖങ്ങൾ വരാതിരിക്കുന്നതിനും ഈ യോഗ വളരെ ഉത്തമമാണ്. നമുക്ക് ചെയ്യാം. ഇതിനായി യോഗ മാറ്റിൽ നീണ്ടു നിവർന്ന് മലർന്ന് കിടക്കാം. കൈകൾ രണ്ടും തുടകൾക്കരികിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കാം. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലത്തേകാല് നേരെ മുട്ടുകാല് വളയാതെ എത്രയാണോ നമുക്ക് ഉയർത്താൻ സാധിക്കുക അത്രയ്ക്ക് ഉയർത്താം. ഇവിടെ ഹോൾഡ് ചെയ്ത് 1:2 ക്രമത്തിൽ ശ്വാസം ശ്വസിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെ 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ഇങ്ങനെ നിലനിർത്താൻ ശ്രമിക്കുക. ഇനി ശ്വാസം സാവകാശം പുറത്തേക്ക് വിട്ട് വലത്തേകാല് പൂർവ്വസ്ഥിതിയിലേ വയ്ക്കുക. ഇനി ഇതേപോലെ തന്നെ ഇടത്തേക്കാലും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവകാശം ഉയർത്തിക്കൊണ്ടുവരാം. ഇവിടെയും പറ്റാവുന്ന ഉയർത്തിക്കൊണ്ടുവരാം. 1:2 ക്രമത്തിൽ ശ്വാസം ശ്വസിച്ച് 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ നിലനിർത്താൻ ശ്രമിക്കാം, കാൽമുട്ട് വളയാതെ. അതിനുശേഷം സാവകാശം ശ്വാസം പുറത്തേക്ക് വിട്ട് ഇടത്തേക്കാലും പൂർവ്വസ്ഥിതിയിൽ വയ്ക്കാം. സ്വസ്ഥമായി വിശ്രമിക്കാം. വിശ്രമത്തിന് ശേഷം ഇടത്തെ കൈ വലത്തെ ഷോൾഡറിൻ്റെ അവിടെ കുത്തി എണീക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു 3 റൗണ്ട് വീതം ആവർത്തിച്ച് സ്ഥിരമായി ചെയ്ത് നോക്കൂ. നല്ലൊരു റിസൾട്ടുമാണ്. തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഉത്തമമായ ഒരു യോഗയുമാണ്.